കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഈ പോസ്റ്റൽ ടെസ്റ്റ് ജോസഫ് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വിശ്വാസ്യതയെ പറ്റിയാണ് ചോദിക്കുന്നത്. സാധാരണക്കാരായ ആൾക്കാർക്ക് എങ്ങനെ വിശ്വാസ്യത ഉണ്ടാകും? പക്ഷേ ഈ പോസ്റ്റിൽ ആരുടെയും പേരെടുത്തൊരു പരാമർശമില്ല എന്നതുകൂടി ശ്രദ്ധിക്കാവുന്നതല്ലേ? അതെന്തുകൊണ്ടായിരിക്കാം? ക്രിസ്റ്റീന, അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. കോടീശ്വരൻ പരിപാടി, ആ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ടെസ്റ്റിന് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. അന്ന് അത് ആങ്കർ ചെയ്തിരുന്ന ആൾ അത് മുകേഷ് ആണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പേരിന്റെ കാര്യം അതിൽ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് ആരാണ് എന്ന് വളരെ വ്യക്തമായി ഈ ഡിനോട്ടേഷൻസിലെല്ലാം തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും മലയാള സിനിമയിലെ ഈ മുതിർന്ന താരങ്ങൾക്ക് എന്താണ് മീറ്റു, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല എന്ന് തോന്നുന്നു. ഇവർ ഇപ്പോഴും പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം എന്നാണ്. നേരത്തെ ഇപ്പോ ഈ ബോളിവുഡിലടക്കം അല്ലെങ്കിൽ ഹോളിവുഡിലടക്കം 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മീറ്റു ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരം നേരിട്ട ദുരനുഭവങ്ങൾ പോലും പിൽക്കാലത്ത് മീറ്റു ആരോപണമായി ഉയർന്നു വന്നതും അതുമായി ബന്ധപ്പെട്ട നടന്മാരൊക്കെ സ്വീകരിച്ച നടപടികളും അവര് പിന്നോട്ട് പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു വിശാലതയൊന്നും ഇവിടുത്തെ ആളുകൾക്ക് ഇല്ല എന്ന് തന്നെയാണ് ഈ മുകേഷിന്റെ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് അമ്മ സംഘടന ഏറെക്കുറെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ സിദ്ദിഖിന്റെ രാജിയിലേക്ക് എത്തിയത്. നിലവിൽ ടെസ്റ്റിന്റെ ഈ 2018 ട്വീറ്റ് 2024 അത് വീണ്ടും ചർച്ചയാകുമ്പോൾ അതിന് കൂടുതൽ രാഷ്ട്രീയമായ സ്വാധീനം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനങ്ങൾ കൂടുതൽ ചർച്ചയാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർക്ക് നീതി ലഭിക്കാനുള്ള ഘട്ടത്തിലേക്ക്, കൂടുതൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവരുടെ ഈ ആരോപണം ഏറ്റെടുക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഔദ്യോഗിക പരാതിയുമായി വരുമോ എന്നൊന്നും അറിയില്ല. സാധാരണഗതിയിൽ മീറ്റു ആരോപണങ്ങൾ അങ്ങനെ അത്തരത്തിൽ ഔദ്യോഗിക പരാതികൾ ഉണ്ടാകാറില്ല. നേരത്തെ വിഷ്ണു, ഇന്നത്തെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മലയാളം സിനിമ വ്യവസായത്തിന്റെ ഒരു നിശബ്ദത, ആ നിശബ്ദതയെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മുകേഷ് എം.എൽ.എ ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. അതിനപ്പുറമായി ടെസ് ജോസഫ് കൂടുതൽ പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? കൃഷ്ണ, അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ നിലവിൽ കേരളത്തിലില്ല. അവർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അവർ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഡൽഹി മേഖല കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തനിക്ക് നേരിട്ട നീതി നിഷേധം അത് അവർ തുറന്നു പറയുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. അവർ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇനിയുമില്ല. പ്രത്യേകിച്ച് അവർ ടെലിവിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മുകേഷ് അന്ന് ആ ടെലിവിഷൻ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നതിനിടയിലാണ് അവരോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത്. അതുകൊണ്ട് ആ കമ്മിറ്റിക്ക് മുമ്പിലാകെ പോകാൻ അവർ തയ്യാറായിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ല. എന്നാലും ഇവരുടെ ഈ ട്വീറ്റ് അന്ന് വലിയ ചർച്ചയായിരുന്നു. പക്ഷെ ആ ചർച്ച പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുകയും ചെയ്തിരുന്നു. മുകേഷ് ഇതിനെതിരെ പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. തനിക്കറിയില്ല എന്നെല്ലാമാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളെ അറിയില്ല എന്ന് പറയുന്നത് എന്ന് അതിൽ തന്നെ ഒരു യുക്തിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഒരു വിശദീകരണം മുകേഷിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. ഒപ്പം എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ടെസ്റ്റും നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഒരിടവേളയാണ്.